ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്കെതിരെ കള്ളവാർത്ത നൽകി ചതിയിലൂടെ സ്വഭാവഹത്യ ചെയ്യുക. ജനം സത്യമറിയുമ്പോൾ പതിയെ പിൻവാങ്ങുക. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ വലതുപക്ഷ മാധ്യമങ്ങൾ തുടരുന്ന രീതിയാണിത്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ മുഖമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കള്ളവാർത്തകൾ. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച എസ്റ്റിമേറ്റിനെ ചൊല്ലി ഇല്ലാ കഥ പറഞ്ഞ് പ്രചരിപ്പിച്ച് മാധ്യമപ്രവർത്തകരെ എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് പ്രബുദ്ധരായ മലയാളികൾ വേണം ഇനി തീരുമാനിക്കാൻ. മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ഉറ്റവരും ഉടയവരും സർവസ്വവും നഷ്ടപ്പെട്ടവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ അടിയന്തര കേന്ദ്ര സഹായം തേടി സമർപ്പിച്ച നിവേദനത്തിൽ ഉൾപ്പെടുത്തിയ പ്രതീക്ഷിത ചെലവുകൾ ദുരന്തമേഖലയിൽ ചെലവഴിച്ചതെന്ന പേരിൽ വാർത്ത നൽകിയത് സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് ജനത്തിനെ സർക്കാരിനെതിരെ തിരിക്കുക എന്ന ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. എന്താണ് സത്യമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വ്യക്തമാക്കിയിട്ടും തെറ്റുതിരുത്താൻ തയ്യാറാകാത്തത് വാർത്തയ്ക്ക് പിന്നിൽ തങ്ങൾക്ക് വ്യക്തമായ അജണ്ടയുണ്ടെന്ന് തെളിയിക്കുന്നു. അധമ മാധ്യമ സംസ്കാരത്തിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയമോ സർക്കാരോ പ്രശംസ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇത് കടന്ന കൈയായിപ്പോയി. ദുരന്തബാധിതരുടെ ജീവിതം വെച്ചുള്ള കളി. സതീശനും കൂട്ടർക്കും വേണ്ടി പണിയെടുക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കണിക പോലും മാധ്യമരംഗത്ത് ബാക്കിയില്ലേ എന്ന് കേരളം ഖേദത്തോടെ ചോദിച്ചു പോകുന്നു. ദുരന്തമുണ്ടായി 11-ാം ദിവസം വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിവേദനം നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ദുരന്തത്തിൽ സംഭവിച്ച അതിഭീമമായ നഷ്ടവും ദേശീയ ദുരന്ത നിവാരണ നിധിയുടെ മാനദണ്ഡപ്രകാരവും സംസ്ഥാനത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനം തിരിച്ച് പ്രതിപാദിക്കുന്ന വിശദമായ നിവേദനം പിന്നീട് തയ്യാറാക്കി നൽകി. ഇതിനെയാണ് ദുരന്ത മേഖലയിൽ വൻതുക ചിലവഴിച്ചെന്ന് സർക്കാർ കള്ളക്കണക്കുണ്ടാക്കിയെന്ന വാർത്തയാക്കി വലിയ പ്രചരണം നൽകിയത്. ഇതെങ്ങും ഒളിപ്പിച്ചു വെച്ചതല്ല. സർക്കാർ 10 ദിവസം മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയാണ്. വയനാടിൻ്റെ പുനർനിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് ഉണ്ടായ നഷ്ടത്തിൻ്റെ 1/4 പോലും സഹായമായി ലഭിക്കുകയില്ല എന്നതാണ് വസ്തുത. പ്രകൃതിക്ഷോഭത്തിൽ പൂർണ്ണമായി തകർന്ന വീടിന് SDRF മാനദണ്ഡപ്രകാരം അനുവദിക്കുക 1.3 ലക്ഷം രൂപയാണ്. എന്നാൽ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ചു നൽകാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ യാഥാർത്ഥ്യം പൂർണ്ണമായും തമസ്കരിച്ചാണ് കള്ളക്കണക്കെന്ന മട്ടിൽ വൈകാരിക വിക്ഷോഭം സൃഷ്ടിക്കും വിധം വാർത്ത പ്രചരിപ്പിച്ചത്. ഈ സർക്കാർ ചെയ്തത് കളവാണെന്ന് പറയുന്ന മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ഉണ്ടാക്കിയവരുടെ തല പരിശോധിക്കണമെന്നാണ് സതീശൻ്റെ വാദം. പക്ഷേ ആരുടെ തലയാണ് പരിശോധിക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. കാരണം പഴയ ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം. 2012-2013 വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ സമയത്ത് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 1428.75 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. കിട്ടിയത് 15.96 കോടി രൂപ. ഇതേ വർഷത്തെ വരൾച്ചയ്ക്ക് ആവശ്യമായ പ്രത്യേക സഹായം 4429.61 കോടി രൂപയ്ക്ക് കിട്ടിയത് 61.74 കോടി രൂപ. 2012 മറ്റൊരു വരൾച്ചാ ദുരിതാശ്വാസ നിവേദനത്തിൽ 3464.1 കോടി രൂപയാണ് ചോദിച്ചത്. കിട്ടിയതാകട്ടെ 18.31 കോടി രൂപയും. ആരുടെ തലയാണ് സതീശൻ പരിശോധിക്കുക? ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്നില്ല. അന്നത്തെ മന്ത്രിമാർ പയറുപോലെ രാഷ്ട്രീയത്തിലുള്ളവരല്ലേ? അവരുടെ തലയും മറ്റും പരിശോധിക്കണമെന്ന് സതീശനുണ്ടോ? രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വാർത്തകൾ വിശ്വസിച്ച് ട്രോളും പരിഹാസവുമായി സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നവർ അറിയാൻ ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് കൃത്യം 50 ദിവസം പൂർത്തിയാകുകയാണ്. ചില്ലിക്കാശ് ഈ നിമിഷം വരെ കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല. നമുക്ക് ശേഷം നമ്മുടെ അത്രയും നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്ക് വരെ കേന്ദ്രം ധനസഹായം നൽകിക്കഴിഞ്ഞു. രാഷ്ട്രീയ വിരോധമൂത്ത ട്രോളുകളും പരിഹാസങ്ങളും ഇല്ലാതാക്കുന്നത് വയനാട് ദുരന്തബാധിതർക്ക് ലഭിക്കേണ്ട സഹായങ്ങളാണ്. കള്ളവാർത്ത ചമച്ച് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ഇതാദ്യമല്ല. 1957 EMS സർക്കാരിനെതിരെ മതജാതി പിന്തിരിപ്പൻ കൂട്ടുകെട്ടിനെ ഇളക്കിവിട്ടത് മാധ്യമ കൂട്ടായ്മയായിരുന്നു. അത് പിന്നീട് ശക്തമായി കണ്ടത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലാണ്. മാധ്യമ വാർത്തകളുടെ കതിരും പതിരും തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിനുണ്ടെന്നതിന് തെളിവാണ് ഇന്ന് നിലനിൽക്കുന്ന 2-ാം സർക്കാർ. മാധ്യമങ്ങൾ ഏതാണ്ട് ഒന്നാകെ എതിർപക്ഷത്ത് നിന്നിട്ടും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി ചരിത്രം സൃഷ്ടിച്ച് തുടർഭരണം നേടി. ഉദ്ദേശശുദ്ധിയുള്ള സർക്കാരിനൊപ്പം ജനം നിലകൊള്ളും എന്നതിന് ഇതിൽ പരം തെളിവെന്ത് വേണം?